തെക്ക് പടിഞ്ഞാറൻ യൂറോപ്പിൽ കാട്ടുതീ ആളിപ്പടരുന്നത് തുടർന്നതിനാൽ ഫ്രാൻസിലും സ്പെയിനിലും ഉൾപ്പെടെ 5 ലക്ഷത്തിലധികം ആളുകളെ വീടുകളിൽ നിന്ന് ഒഴിപ്പിച്ചു. ഇറ്റലിയിലെയും സ്കോട്ട്ലൻഡിലെയും പ്രദേശങ്ങളിലും തീ പടർന്നിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന ഉഷ്ണതരംഗങ്ങൾ കാരണമാണ് കാട്ടുതീ പടരുന്നത് എന്നാണ് സൂചന. വിനോദ് ചേരുന്നു. വിനോദ്, സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു. യൂറോപ്യൻ യൂണിയനടക്കം സഹായം തേടുന്നു രാജ്യങ്ങൾ. നിയന്ത്രിക്കാനാവാത്ത വിധം പടരുകയാണോ കാട്ടുതീ? രഞ്ജിത്ത്, വലിയ ആശങ്ക പടർത്തിയാണ് ഇപ്പോഴും യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇങ്ങനെ കാട്ടുതീ പടരുന്നത്. 3 രാജ്യങ്ങളിൽ, അത് സ്പെയിനും ഫ്രാൻസും ഇറ്റലിയും അടക്കമുള്ള രാജ്യങ്ങളിൽ ഇതിനകം തന്നെ വലിയ തോതിൽ നാശനഷ്ടം സൃഷ്ടിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോർച്ചുഗലിലേക്ക് കൂടി ഇപ്പോൾ തീ പടരുന്നു എന്ന വിവരങ്ങൾ വരുന്നുണ്ട്. ഫ്രാൻസിൽ ഫെററ്റ് പെൻസുല, അവിടെ ഉപദ്വീപ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, അതോടൊപ്പം തന്നെ ബോഡോ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇങ്ങനെ കാട്ടുതീ പടരുന്നുണ്ട്. വിവിധ രാജ്യങ്ങളിൽ നിന്നായി 5 ലക്ഷത്തോളം പേരെയാണ് ഇപ്പോൾ ഒഴിപ്പിച്ചിട്ടുള്ളത്. ഏതാണ്ട് 10,000 വീടുകൾ അഗ്നിക്കിരയായി എന്ന വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ഇറ്റലിയിലെ സിസിലി ദ്വീപിൽ സിസിലി ദ്വീപടക്കം 300ഓളം പ്രദേശങ്ങളിൽ ഇങ്ങനെ കാട്ടുതീ പടരുന്നു എന്നതാണ്. താപനിലയാകട്ടെ 40 മുതൽ 42 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. നമ്മൾ ലോകത്താകെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്പിൽ ഗണ്യമായി ഇങ്ങനെ താപനില ഉയരുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ 3 മാസമായി ഉഷ്ണതരംഗത്തിൽ ഏതാണ്ട് 10,000-ഓളം പേർ യൂറോപ്യൻ രാജ്യങ്ങളിൽ മരിച്ചു എന്നതാണ് വിവരം. കഴിഞ്ഞ 3 ദിവസത്തിനിടയിൽ ഏതാണ്ട് 50-നടുത്ത് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അനൗദ്യോഗിക കണക്കുകളാണ്. ഔദ്യോഗികമായി ഏതാണ്ട് 20ഓളം മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ തന്നെ പലരും അഗ്നിശമന സേനാംഗങ്ങളാണ്. ഈ തീ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ജോലിയിൽ ഏർപ്പെട്ടവരാണ് ഇങ്ങനെ മരിച്ചത്. അതോടൊപ്പം തന്നെ ഈ കാട്ടുതീയിൽ നിന്ന് കാറുകളിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച സിവിലിയൻസും മരിച്ചതായ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതിനിടയിൽ ഇറ്റലിയിൽ നിന്ന് ചില വിവരങ്ങൾ വരുന്നത്, അത് ഈ ഭൂമാഫിയയാണ് ഇത്തരം കാട്ടുതീക്ക് പിറകിൽ, പ്രത്യേകിച്ച് ഇറ്റലി അടക്കമുള്ള പ്രദേശങ്ങളിലെ കാട്ടുതീക്ക് പിന്നിൽ ആസൂത്രിതമായ നീക്കമുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പൂച്ചകളുടെ വാലിൽ ഈ തീപിടിക്കുന്ന വസ്തുക്കൾ കെട്ടുകയും പിന്നീട് അത് കത്തിച്ച് ഇവയെ വനപ്രദേശങ്ങളിലേക്ക്, കാട്ടുതീ ഇപ്പോൾ പടർന്നിട്ടുള്ള പ്രദേശങ്ങളിലേക്ക് ഇറക്കി വിടുകയുമായിരുന്നു. ഇവ അവിടെ ഈ പ്രാണരക്ഷാർത്ഥം ഓടുമ്പോൾ പല സ്ഥലങ്ങളിലായി തീ പടരുകയും അങ്ങനെ കാട്ടുതീ ഉണ്ടാകുകയും ചെയ്യുന്നു. ഇതിന് പിന്നിൽ വലിയൊരു ഭൂമാഫിയയുടെ ഇടപെടലുണ്ടെന്ന വിവരമാണ് പുറത്തു വരുന്നത്. അവിടെ പല സ്ഥലങ്ങളിലും നിർമ്മാണങ്ങൾക്ക് നിയന്ത്രണമുണ്ട്. ഇത് മറികടക്കുന്നതിന് വേണ്ടി വനങ്ങൾ തീയിട്ട് നശിപ്പിക്കുക, പിന്നീട് അവിടെ സോളാർ പാനലുകൾ ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ട് മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി തേടിക്കൊണ്ട് വനമേഖലയിൽ നിർമ്മാണം നടത്തുക. ഇത് കാലങ്ങളായി ഇറ്റലി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തുടരുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ലാൻഡ് മാഫിയയുടെ വലിയൊരു ഇടപെടൽ ഈ കാട്ടുതീക്ക് പിന്നിലുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അവിടുത്തെ ദേശീയ മാധ്യമങ്ങൾ തന്നെയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്കോട്ട്ലാൻഡിൽ ദേശീയ ഉദ്യാനം തീപിടിച്ച് നശിച്ചിട്ടുണ്ട്. അവിടെയും ആളുകളെ ഒഴിപ്പിക്കുന്ന നിലയിലാണ്. ഇപ്പോൾ മെഡിറ്ററേനിയൻ തീരരാജ്യങ്ങളിൽ നിന്നുള്ള വിഭാഗങ്ങൾ ഈ കാട്ടുതീ ഉള്ള പ്രദേശങ്ങളിൽ തീ കെടുത്തുന്നതിന് വേണ്ടിയുള്ള ഊർജിതമായ ശ്രമം നടത്തുന്നുണ്ട്. നാറ്റോയുടെ ഇടപെടലുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഏതായിരുന്നാലും കാലാവസ്ഥ ഈ നിലയിൽ തുടരുകയാണെങ്കിൽ, ഉഷ്ണതരംഗം ഉൾപ്പെടെ വലിയ ചൂട് തുടരുകയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമാകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. രഞ്ജിത്ത്, ചരിത്രത്തിൽ ആദ്യമായി 40 ഡിഗ്രിക്ക് മുകളിലാണ് യൂറോപ്പിലെ പല രാജ്യങ്ങളിലെയും താപനില എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ 40 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത്ര പുതുമയുള്ള കാര്യമല്ല. പലപ്പോഴും 40 ഡിഗ്രിക്ക് അടുത്ത് ചൂട് അനുഭവപ്പെടുത്തുന്നുണ്ട് കേരളത്തിൽ. ഈ സമയത്ത് നമ്മുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ അതിലൊക്കെ കൂടുതൽ ചൂടുകൾ അനുഭവപ്പെടുന്നതാണ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, പൂർണ്ണമായും തണുപ്പിൽ ജീവിച്ചിരുന്ന രാജ്യം, AC മുറികളിൽ ജീവിച്ചിരുന്ന രാജ്യമാണ്. അവിടെ പലപ്പോഴും തണുപ്പ് കുറയ്ക്കാനുള്ള സംവിധാനങ്ങളാണ് കൂടുതൽ. അല്ലാതെ ചൂടത്ത് എന്ത് ചെയ്യണമെന്ന കാര്യം ഇപ്പോഴും വ്യക്തമല്ലാത്ത ഒരു ജനത കൂടിയാണ് യൂറോപ്യൻ ജനത. അതാണ് അവരെ വല്ലാതെ തീവ്രമായ തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ്. ഈ ചൂട് കൂടുന്നത് വല്ലാത്ത തോതിൽ ആ രാജ്യത്തെ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ ബാധിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. വേൾഡ് വെതർ ആട്രിബ്യൂഷൻ എന്ന സംഘടന നടത്തിയ പഠനത്തിൽ, ലോകമെമ്പാടുമുള്ള തീവ്ര കാലാവസ്ഥാ സംഭവങ്ങളുടെ കാരണങ്ങൾ പരിശോധിക്കുന്ന സംഘടനയാണ്. അവർ നടത്തിയ പഠനത്തിൽ കാലാവസ്ഥാ വ്യതിയാനമാണ് ഈ വിഷയത്തിൽ ഇത്രത്തോളം ഈ രാജ്യങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. യൂറോപ്പിൽ ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നതിലേക്ക് ഏറ്റവും വലിയ ഉഷ്ണതരംഗമാണ് ഇത് എന്നും അത് പലർക്കും അത് കൃത്യമായി തന്നെ മനസ്സിലാക്കുകയും പ്രതിരോധങ്ങൾ തീർക്കുകയും തിരിച്ചറിവുകൾ ഉണ്ടാകുകയും ചെയ്യേണ്ട സാഹചര്യമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.